പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നക്ഷത്രഫലത്തിൽ നമ്മൾ പറയുന്ന നക്ഷത്ര ജാതകർ ജീവിതത്തിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല. ഇവരെ കാത്തിരിക്കുന്നത് വമ്പൻ ഭാഗ്യങ്ങൾ തന്നെയാണ്. തിരുവോണം നാളിന് മുമ്പായിട്ട് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷ കാര്യങ്ങൾ നടക്കാൻ പോകുകയാണ്. ഇതിനെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം. കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച് തന്നെയാണ് ആദ്യമായിട്ട് പറയേണ്ടത്. ചിലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് വരും ദിവസങ്ങളിൽ ഗുണം ചെയ്യും. സുഖ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങി നല്ല നല്ല അനുഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരും. പലവിധ രോഗാരിഷ്ടതകളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. മനസ്വസ്ഥത വർദ്ധിക്കും. മക്കളുടെ രോഗാവസ്ഥകൾ മാറി മക്കൾ ആരോഗ്യപരമായിട്ട് തിരിച്ചു വരുന്നതും മാതാപിതാക്കൾക്ക് സന്തോഷമാകും. ശത്രുഭയവും രോഗഭീതിയും ഈ കാലഘട്ടത്തിൽ വളരെ കുറവായിരിക്കും. ബന്ധുജനങ്ങൾക്കും കുടുംബജനങ്ങൾക്കും അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. പൊതുപ്രവർത്തകർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകാൻ ഇടയുണ്ട്. പ്രായോഗിക ബുദ്ധി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. സന്താന ഉൽപാദനത്തിനായിട്ട് ചികിത്സ ചെയ്യുന്നവർക്ക് ഫലം കാണും. ധനലാഭങ്ങൾ ഉണ്ടാകും. ആഗ്രഹിച്ചതുപോലെ പല കാര്യങ്ങളും സാധ്യമാകും. ദാമ്പത്യ പ്രശ്നങ്ങൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്കും നല്ല സമയമാണ്. ഉന്നത വിദ്യാഭ്യാസം വേണ്ടവർക്ക് അതിനായിട്ട് ശ്രമിക്കാം. സർക്കാർ ജോലിക്കാർ ചതിയിൽപ്പെടാതെ ഒന്ന് ശ്രദ്ധിക്കണം. ഗവൺമെൻറ്റിൽ നിന്നുള്ള സഹായങ്ങൾ ലഭ്യമാകും. കാര്യതടസ്സങ്ങൾ ക്ഷമയോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെത്തിപ്പൂമാല ചാർത്തി നെയ്പായസം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഇവർ ശ്രദ്ധിക്കുക. ഇനി രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. പണത്തെ സംബന്ധിച്ചിട്ടുള്ള വഞ്ചനയും കൃത്രിമവും ഉണ്ടാകാതെ ഒന്ന് ശ്രദ്ധിക്കണം. പണത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ സൂക്ഷ്മത പുലർത്തുക. വീട്ടിൽ സമാധാനം വർദ്ധിക്കും. സ്ഥാനക്കയറ്റം ലഭിക്കും. ഭാനഹാനിയിൽ നിന്ന് മോക്ഷം ലഭിക്കും. ധനാഗമവും ധനനഷ്ടവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലം ഇരട്ടിയായിട്ട് ലഭിക്കും. നല്ല വ്യക്തികളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടാൻ അവസരങ്ങൾ ഉണ്ടാകും. പനി, ചുമ, രക്തസ്രാവം, ഉദരബന്ധിയായ അസുഖങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. കഴിയുന്നതും ശസ്ത്രക്രിയകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. സർക്കാർ ഓഫീസുകളിൽ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. ശത്രുഭയം കുറഞ്ഞു തുടങ്ങും. കഠിനമായ ദുഃഖ അനുഭവങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. വഴി നടക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. ബന്ധുജനങ്ങളുമായിട്ട് കൂടിച്ചേരാൻ ഒരുപാട് അവസരങ്ങൾ ഈ സമയത്തുണ്ട്. തിരുവോണം നാളിൽ ഒരു സന്തോഷ വാർത്ത ഈ നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നുണ്ട്. പുതിയ ഗൃഹനിർമ്മാണത്തിനായിട്ട് ശ്രമം തുടങ്ങാം. തൊഴിൽ രംഗം മെച്ചപ്പെടും. നാൽക്കാലികളുടെയും ഭൂമിയുടെയും കച്ചവടം മെച്ചപ്പെടാനും സാധ്യതയുണ്ട്. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഈ ഓണനാളുകളിൽ ഇവരെ കാത്തിരിക്കുന്നത് വളരെ വലിയ സൗഭാഗ്യങ്ങളുടെ ദിവസങ്ങളാണ്. ലോട്ടറി ഭാഗ്യത്തിലൂടെ സാമ്പത്തിക പുരോഗതി ഇവർക്ക് കൈവരിക്കാൻ സാധിക്കും. നല്ല വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. സ്വയം തൊഴിലിൽ കൂടുതൽ മുതൽ മുടക്കണം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല അവസരമാണ്. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ധനസഹായം ലഭിക്കും. മറ്റുള്ളവരുടെ വഞ്ചനയിൽപ്പെടാതെ ശ്രദ്ധിക്കണം. സുഖമായ ഉറക്കം ലഭിക്കും. സഹോദരങ്ങളുമായിട്ടുള്ള കലഹം വർദ്ധിക്കാതെ ശ്രദ്ധിക്കണം. എതിരാളികളുടെ ശക്തി കുറയും. ധനസമൃദ്ധി ഉണ്ടാകും. അഭീഷ്ട കാര്യങ്ങൾ സാധ്യമാകും.
സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. പൊതുവെ ആദരവും അംഗീകാരവും ലഭിക്കും. അധികാരശക്തി പ്രയോഗിക്കേണ്ടതായിട്ട് വരും. ബന്ധുജനങ്ങളുമായിട്ട് വിരോധത്തിലാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ധനകാര്യ പ്രവൃത്തികൾക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. അച്ഛനോ തത്തുല്യവർക്കോ ക്ലേശ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില ഭാഗ്യ അനുഭവങ്ങളും ഇവരെ കാത്തിരിക്കുന്നുണ്ട്. നേതൃരോഗം, മൂത്രാശയബന്ധിയായ രോഗങ്ങൾ, ഇവയ്ക്ക് യുക്തമായ ചികിത്സകൾ ഈ സമയത്ത് വേണം. വിവാഹ ആലോചനകൾ സഫലമാകുകയും ചെയ്യും. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി പൂയം നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. കാൽനടയായി സഞ്ചരിച്ചു കൊണ്ടിരുന്നവർക്ക് പുതിയ വാഹനമോഹം പൂവണിയുന്ന ദിവസങ്ങളാണ് വരുന്നത്. യാത്രകൾ വേണ്ടിവരും. പല ജംഗമ സാധനങ്ങളും നശിച്ചു പോയത് മാറ്റിവാങ്ങാൻ അവസരമുണ്ട്. ചെയ്ത കാര്യങ്ങൾ പലതും നല്ല ഗുണഫലങ്ങൾ ഇവർക്ക് നൽകും. കള്ളന്മാരുടെയും അഗ്നിയുടെയും ഉപദ്രവം ഈ കാലഘട്ടത്തിൽ വളരെ കുറവായിരിക്കും. ശത്രുക്കൾ മൂലം ദുഃഖ അനുഭവങ്ങൾക്കിടയുണ്ട്. മനോവിചാരം കുറഞ്ഞു തുടങ്ങും. മനസ്സിൻ്റെ ആദിമൂലം ദേഷ്യവും സങ്കടവും കൂടെ കൂടെ പ്രകടിപ്പിക്കേണ്ടതായിട്ട് വരും. ബന്ധുക്കളോടുള്ള കലഹം കൂടുതലാകാതെ ശ്രദ്ധിക്കുക. വാക്കുദോഷം നിമിത്തം പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. കാര്യസാധ്യങ്ങൾക്ക് പോകുമ്പോൾ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കണം. ധനനേട്ടങ്ങൾ ഉണ്ടാകും. സ്ഥാനചലനങ്ങൾക്കിടയുണ്ട്. ചെയ്യുന്ന പ്രവൃത്തികളിൽ വൈകല്യം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. പൊതുവെ സുഖ അനുഭവങ്ങളുടെ ദിവസങ്ങളാണ് ഇനി വരുന്നത്. ധനാഗമങ്ങൾക്കിടയുണ്ട്. പുതിയ വസ്ത്രങ്ങളും അലങ്കാര സാധനങ്ങളും സമ്മാനമായിട്ട് വരും ദിവസങ്ങളിൽ ലഭിക്കും. വാദബന്ധിയായ രോഗാരിഷ്ഠിതകളിൽ നിന്ന് മോചനം ഉണ്ടാകും. മരണതുല്യമായ അനുഭവങ്ങളിൽ നിന്ന് കരകയറും. ഇവർ ദോഷപരിഹാരാർത്ഥം ശിവങ്കൻ മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഉത്രം നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. ഇവർ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും നല്ല ഫലം കാണുന്ന ദിവസങ്ങളാണ് വരുന്നത്. ചിലവുകൾ കുറഞ്ഞിരിക്കും. നല്ലതെന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിപരീത ഫലം വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധയോടുകൂടി ചെയ്യണം. ശരീരക്ഷീണം കുറഞ്ഞു തുടങ്ങും. കാര്യതടസ്സങ്ങൾ അതിജീവിക്കും. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ നീങ്ങിവരും. ഭാര്യാഭർത്തൃ കലഹങ്ങൾ എല്ലാ നിയന്ത്രണവും വിട്ട് മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്നവർക്ക് മുതിർന്നവരുടെ ഇടപെടൽ മൂലം പരിഹാരം ലഭിക്കും. രോഗാരിഷ്ഠിതകളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ കുറയും. ശത്രുഭയം കുറഞ്ഞു തുടങ്ങും. പല കാര്യങ്ങളും സാമർഥ്യത്തോടുകൂടി ചെയ്യാൻ ആകും. അലങ്കാര സാധനങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, നാൽക്കാലികൾ, കൗതുകത്തോടെ വളർത്തുന്ന പക്ഷികൾ ഇവ വാങ്ങാൻ സാധിക്കും. നീച്ച സ്ത്രീകളുമായിട്ടുള്ള സംസർഗം ഈ സമയത്ത് സൂക്ഷിക്കണം. ദൂരയാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും. മനോദുഃഖവും അലച്ചിലും കുറഞ്ഞു തുടങ്ങും. വിവാഹാദി മംഗളകർമ്മങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും. കർമ്മരംഗം മെച്ചപ്പെടും. സഹോദര ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. പൊതുപ്രവർത്തകർക്ക് അപവാദം കേൾക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിവരും. കള്ളന്മാരുടെ ഉപദ്രവം കുറഞ്ഞിരിക്കും. ആർത്തവ പ്രശ്നങ്ങൾ, പ്രോസ്റ്റേറ്റ് ബന്ധിയായ അസുഖങ്ങൾ ഇവ കൂടുതൽ ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥം ശാസ്താവിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ട ദിവസങ്ങൾ കൂടിയാണ് ഇവരെ കാത്തിരിക്കുന്നത്. ഇനി നമുക്ക് വിശാഖം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. സ്ഥാനക്കയറ്റമോ സ്ഥലം മാറ്റമോ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇവരുടെ പ്രാർത്ഥനകൾക്ക് ഫലം കാണും. പലവിധ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. ധനനേട്ടങ്ങൾ നല്ല രീതിയിൽ ലഭിച്ചു തുടങ്ങും. ജോലിക്ക് കരാർ എടുക്കുന്നവർക്ക് നല്ല പ്രവൃത്തികൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. പലവിധ അനർത്ഥങ്ങളും ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. മനോവ്യാധികൾ കുറഞ്ഞു തുടങ്ങും. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങളും ക്ലേശങ്ങളും നീങ്ങിത്തുടങ്ങും. നല്ല രീതിയിൽ സംസാരിക്കുമെങ്കിലും മറ്റുള്ളവർ അത് മോശമായ നിലയിലായിരിക്കും എടുക്കുക. കാര്യതടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. പൊതുവെ സുഖ അനുഭവങ്ങൾ ഉണ്ടാകും. ചില മനോദുഃഖങ്ങൾ ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. ബന്ധനാവസ്ഥയ്ക്കിടയുണ്ട്. ആവശ്യമില്ലാതെ കുറെ നടക്കേണ്ടതായിട്ട് വരും. വാതരോഗത്തിൻ്റെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും.
ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. പുനർവിവാഹം വേണ്ടവർക്ക് ആലോചനകൾ തുടങ്ങാം. തർക്ക വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുക. ദോഷപരിഹാരാർത്ഥം സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ കദളിപ്പഴം നിവേദിച്ച് പ്രാർത്ഥിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം.